ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡി സി മെഷീൻസിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് നോ ലോഡ് ടെസ്റ്റ് ഓൺ എ 200 volt DC shunt motor having armature resistance of 0.1 ohm and field resistance of 200 ohm, armature current is recorded to be 10 ampere. കോൺസ്റ്റന്റ് ലോസ് ഓഫ് മോട്ടോർ ഈസ്. കോൺസ്റ്റന്റ് ലോസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോ ലോഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മുഴുവൻ ലോസസിലേക്കാണ്. അതായത് കോൺസ്റ്റന്റ് ലോസ് പ്ലസ് വേരിയബിൾ ലോസ്. വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ ഏതാണ്? ആർമേച്ചർ കോപ്പർ ലോസ്, വിച്ച് മീൻസ് IA² ഇൻറ്റു RA. പി എന്ന് പറയുന്നത് എന്താണ്? വി ഇൻറ്റു IL ചെയ്തത്. അപ്പൊ ഇവിടുത്തെ കേസിൽ വി ഇൻറ്റു IL ചെയ്യുമ്പോൾ നമുക്ക് വി അറിയാം 200 വോൾട്ട് ആണ്. IL നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഷണ്ട് മോട്ടോർ ഒരെണ്ണം വരയ്ക്കാം. മോട്ടറാണ്. മോട്ടർ ആയതുകൊണ്ട് കറണ്ട് IL ഉള്ളിലേക്ക് വരും. IA ആയിട്ടും ISH ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോവും. Therefore, IL will be the sum of IA and ISH. അല്ലേ? അപ്പോൾ IA ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആർമേച്ചർ കറണ്ട് 10 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 പ്ലസ് വി ഡിവൈഡഡ് ബൈ RSH എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിയുടെ വാല്യൂ 200 ആണ്. 200 ഡിവൈഡഡ് ബൈ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുള്ളതും 200 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 10 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 11 ആംപിയർ. അപ്പോൾ ILന്റെ വാല്യൂ കിട്ടി. വിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. 200 ഇൻറ്റു 11 ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് കണ്ടുപിടിക്കാനുള്ളത് പ്ലസ് IA² 10² ഇൻറ്റു RAയുടെ വാല്യൂ 0.1, വിച്ച് മീൻസ് കോൺസ്റ്റന്റ് ലോസസ് ഇസ് ഈക്വൽ ടു, ഇതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2200 എന്നല്ലേ വരിക, മൈനസ് 10 which is equal to 2190 watt. Option D. Okay അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ടു ഒബ്റ്റെയിൻ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഇൻ അഡ്ജസൻറ്റ് പോൾസ് ഓഫ് 4-pole DC മോട്ടോർ. അപ്പോൾ ഓപ്പോസിറ്റ് പൊളാരിറ്റി കിട്ടാനായിട്ട്, അഡ്ജസൻറ്റ് പോൾസിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ്. മേക്കിംഗ് ദ കറണ്ട് ഫ്ലോ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് പൊളാരിറ്റി കിട്ടാൻ എന്താണ് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇൻ എനി DC generator, EMF generated in the armature is maximum when the, എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? EMF is produced is directly proportional to rate of change of ഫ്ലക്സ് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ റേറ്റ് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആവുന്ന സമയത്തായിരിക്കും നമുക്ക് EMF ജനറേറ്റഡ് ഇൻ ആർമേച്ചർ എന്ന് പറയുന്നത് മാക്സിമം. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഈസ് മാക്സിമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ സപ്ലൈ ടെർമിനൽസ് ഓഫ് DC ഷണ്ട് മോട്ടോഴ്സ് ആർ ഇന്റർചേഞ്ച്? DC ഷണ്ട് മോട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. DC ഷണ്ട് മോട്ടർ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ? ആർമേച്ചറിന്റെ അക്രോസ് ആണ് ഷണ്ട് ഫീൽഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോ ഇതിന്റെ സപ്ലൈ ടെർമിനൽസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആയിരുന്നത് നെഗറ്റീവ് പോസിറ്റീവ് ആക്കി വെക്കുക. അപ്പൊ അതിന് അക്രോസ് വരുന്ന ഷണ്ട് ഫീൽഡിന്റെയും അക്രോസ് വരുന്നതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും. അതായത് നമ്മൾ റിസൾട്ടന്റ് എടുക്കുമ്പോൾ ആർമേച്ചർ കറണ്ടും അതുപോലെ ഫീൽഡ് കറണ്ടും രണ്ടിന്റെയും ഡയറക്ഷൻ ചേഞ്ച് ആവും. രണ്ടിന്റെയും ഡയറക്ഷൻ ചേഞ്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറില്ല. അപ്പൊ എന്താണ് ഉണ്ടാവുക? DC ഷണ്ട് മോട്ടർ അതിന്റെ നോർമൽ സ്പീഡിൽ സെയിം ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആർമേച്ചർ ഓഫ് എ DC generator has the following effect on main field flux.
ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മെയിൻ ഫീൽഡിന്മേ രണ്ട് പ്രോസസ്സാണ് ചെയ്യുന്നത്, ഡീമാഗ്നറ്റൈസേഷനും ക്രോസ് മാഗ്നറ്റൈസേഷനും. ആർമേച്ചറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഡീമാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്നത്. പിന്നെ ഉണ്ടാവുന്നതാണ് ക്രോസ് മാഗ്നറ്റൈസേഷൻ. ക്രോസ് മാഗ്നറ്റൈസേഷനിൽ റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. In a DC shunt motor, what happens to the speed when the load is increased from no load to full load? ലോഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഷണ്ട് മോട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ ലോഡ് കൂട്ടാണ്. ലോഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് കറണ്ട് ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടായിരിക്കും. പെർട്ടിക്കുലർ RSHന് കറസ്പോണ്ടിങ് ആയിട്ട് V/RSHന്റെ വാല്യൂ ചെയ്തതുണ്ടായിരിക്കും. പിന്നെ IL കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കൂടുക, IA ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു EB/φ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേർ EB ഈക്വൽ ടു V മൈനസ് IA/RA. ഇതിലെ IAയുടെ വാല്യൂ എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് IA/RA എന്നുള്ളതിന്റെ ടോട്ടൽ വാല്യൂ, ഡ്രോപ്പിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഡ്രോപ്പിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്ന വാല്യൂ എന്തുണ്ടാവും, ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും, സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക, റെഡ്യൂസസ് സ്ലൈറ്റ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 220 volt DC series motor produces 40 Newton meter torque at an armature current of 10 ampere. 10 ampere armature currentൽ 40 Newton meter torque ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് 20 ആംപിയർ ആയാൽ ഡെവലപ്ഡ് ടോർക്ക് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. DC സീരീസ് മോട്ടറിന്റെ കേസിൽ ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് T ഈസ് പ്രൊപ്പോർഷണൽ ടു IA². നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ലോഡ് ആവുന്ന വരെ ഒരു പരാബോള ഷേപ്പിലാണ് പോവുക, അതിനുശേഷം സ്ട്രെയിറ്റ് ലൈൻ ആവുകയാണ് ചെയ്യുക. ഇവിടെ T ഈസ് പ്രൊപ്പോർഷണൽ ടു IA² ആണ്, ഇവിടെ T ഈസ് പ്രൊപ്പോർഷണൽ ടു IA ആണ്. അപ്പൊ ഇവിടെ T ഈസ് പ്രൊപ്പോർഷണൽ ടു IA² ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തുവരും, T1 ഡിവൈഡഡ് ബൈ T2 ഇസ് ഈക്വൽ ടു IA1² ഡിവൈഡഡ് ബൈ IA2² എന്ന് എഴുതാം. അതിൽ T1ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 40 ന്യൂട്ടൺ മീറ്റർ ആണ്. T2ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. IAയിൽ വന്നിട്ടുള്ള ചേഞ്ച് തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ 10 ആയിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായ വാല്യൂ 20 ആണ്. 10² ബൈ 20² എന്ന് വന്നു. ഇംപ്ലൈസ് T2 ഇസ് ഈക്വൽ ടു 400 by 100, രണ്ട് ക്യാൻസൽ ആയി പോയി, ഇൻറ്റു 40, വിച്ച് മീൻസ് 160 ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഡെവലപ്ഡ് ടോർക്ക്, ന്യൂ ഡെവലപ്ഡ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ ഡി 160 ന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ DC ജനറേറ്റർ can be found out using which rule? DC generator ആണ് ചോദിച്ചിട്ടുള്ളത്. ജനറേറ്റർ റൂൾ ഏതാണ്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഓപ്ഷൻ ഡി. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC ജനറേറ്റർ? DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിലത്തെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് DC ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും DC മോട്ടറിന്റെ കേസിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് EMF ജനറേറ്റഡ്. EMF ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. EMFന്റെ ഇക്വേഷൻ നമുക്കറിയാം, 5Zn/60 × P/A. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. 6 പോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. P = 6 ആണ് തന്നിട്ടുണ്ട്. ലാപ്പ് വൗണ്ട് ജനറേറ്റർ ആണ്, അതായത് A = P = 6 തന്നെയാണ് വരിക. ഇത് രണ്ടും അപ്പൊ ക്യാൻസൽ ആയി പോകും. ബാക്കി 5Zn / 60 മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, Z = 1000 കണ്ടക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് N = 1500 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഫ്ലക്സ് പെർ പോളും നമുക്ക് തന്നിട്ടുണ്ട് 3 മില്ലി വെബർ ആണ്. 3 × 10⁻³ വെബർ. ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 × 10⁻³ ഇൻറ്റു 10⁻³ എന്ന് എഴുതാണ് 1000നെ ഇൻറ്റു 1500 ഡിവൈഡഡ് ബൈ 60. 10⁻³ 10⁻³ പോയി, 0 ഒരെണ്ണം പോയി, ഇവിടെ ഒരു 0 പോയി, 3 2 6, 2 75. ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? 75 volts. Option A. Next question. How many parallel paths in duplex wave winding of an 8-pole DC generator? നമ്മൾ പഠിച്ചിട്ടുണ്ട് വേവ് വൈൻഡിങ്ങിന്റെ കേസിൽ പാരലൽ പാത്സിന്റെ നമ്പർ 2 ആണെന്ന്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡ്യൂപ്ലെക്സ് വൈൻഡിങ് എന്നാണ്. സിംപ്ലെക്സ് വൈൻഡിങ്ങും ഉണ്ട്, ഡ്യൂപ്ലെക്സ് വൈൻഡിങ്ങും ഉണ്ട്. അതിൽ സിംപ്ലെക്സ് വൈൻഡിങ്ങിന്റെ കേസിൽ A ഈസ് ഈക്വൽ ടു 2 തന്നെയാണ് ഇക്വേഷൻ വരിക. ഇവിടുത്തെ കേസിൽ A ഈക്വൽ ടു 2 × 2 വിച്ച് മീൻസ് 4 ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 4. ഓക്കെ. ജനറൽ ആയിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 2m എന്ന് എഴുതാം. എമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് സിംപ്ലെക്സ് വൈൻഡിങ്ങും, എമ്മിന്റെ വാല്യൂ 2 ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡ്യൂപ്ലെക്സ് വൈൻഡിങ് എന്നും പറയാം. ഓക്കെ. അപ്പൊ 2m എന്നുള്ള ജനറൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാലും മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിംഗ്സ് ഓഫ് എ DC ജനറേറ്റർ? DC ജനറേറ്ററിൽ നമ്മൾ സ്പ്ലിറ്റ് റിംഗ്സ് യൂസ് ചെയ്യണത് എന്തിനാ? കമ്മ്യൂട്ടേറ്റർ ആണ്. AC-നെ എങ്ങോട്ടാക്കുക? DC-ലേക്ക് ആക്കുക. അതായത് ഇവിടുത്തെ ഓരോ ഓപ്ഷൻസ് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനാണോ? അല്ല. കോപ്പർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനാണോ? അല്ല. പിന്നെ എന്തിനാണ്? EMF-ന്റെ ഡയറക്ഷൻ, ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ടോർക്കിന്റെ ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് റിംഗ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The purpose of laminating armature of a DC generator is to. DC ജനറേറ്ററിന്റെ ആർമേച്ചർ ലാമിനേറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് പഠിച്ചപ്പോൾ തന്നെ അവിടെ മെൻഷൻ ചെയ്തിരുന്നു. എഡി കറന്റ് ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാമിനേഷൻ തിക്നെസ് കുറയ്ക്കുന്നത്. കാരണം നമുക്കറിയാം എഡി കറന്റ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു T² കൂടി ഉണ്ട്. ഫുൾ ഇക്വേഷൻ ഇതാണെങ്കിൽ എഡി കറന്റ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു Vmax² F² T² × V എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ സ്ക്വയർ ഓഫ് തിക്നെസ് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡി കറന്റ് ലോസും കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാമിനേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? അപ്പോൾ ഓപ്ഷൻ ഡി, റെഡ്യൂസ് എഡി കറന്റ് ലോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്നത് വിത്തൗട്ട് ചേഞ്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ്. കറണ്ട് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയാം. നമുക്ക് ഏത് കറണ്ട് ആണെന്ന് നമുക്കറിയാം. എയ്തർ ഫീൽഡ് കറണ്ട് ഓർ ആർമേച്ചർ കറണ്ട്. രണ്ടും കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? There will be no change in direction of rotation. അപ്പൊ ഇവിടുത്തെ കേസിൽ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ബോത്ത് ശരിയല്ല. പിന്നെ ഉള്ളതിൽ തന്നിട്ടുള്ളതിൽ ഷണ്ട് ഫീൽഡ്, സീരീസ് ഫീൽഡ് ഇവിടെ സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പിന്നെ അറിയുന്നത് എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ, ആർമേച്ചർ കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which speed control method offers below normal speed in DC shunt motor? നമ്മൾ രണ്ട് മെത്തേഡാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു EB/Phi ആണ്. അതായത് V - IA RA / 5 പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ
അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഫ്ലക്സ് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആർമേച്ചർ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് വഴി ന്യൂമറേറ്റർ കൺട്രോൾ ചെയ്യാം. ഒന്ന് ഫീൽഡ് കൺട്രോൾ മെത്തേഡും, അതായത് നമ്മൾ അതിലാണ് ഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത്, ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. രണ്ടാമത്തെ എന്താണ്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതില് ഫീൽഡ് കൺട്രോൾ മെത്തേഡിന്റെ കേസിൽ നമുക്ക് എബവ് നോർമൽ സ്പീഡിലുള്ള സ്പീഡ്സ് ആണ് കിട്ടുക. അതേസമയം ആർമേച്ചർ കൺട്രോളിൽ നമുക്ക് കിട്ടുന്നത് ബിലോ നോർമൽ സ്പീഡാണ്. അത് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ബിലോ നോർമൽ സ്പീഡാണ് നമുക്ക് സ്പീഡ് കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. എബവ് നോർമൽ സ്പീഡ് ആയിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർ ഏതാ വരിക? ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which speed control method is applied to obtain both below and above normal speed in DC motor? DC മോട്ടോറിന്റെ കേസിൽ above normal speed ആണെങ്കിൽ ഫീൽഡ് കൺട്രോൾ മെത്തേഡും ബിലോ നോർമൽ സ്പീഡ് ആണെങ്കിൽ ആർമേച്ചർ കൺട്രോൾ മെത്തേഡും ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ബോത്ത് ബിലോ ആൻഡ് നോർമൽ സ്പീഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വാർഡ് ലിയണാർഡ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊളാരിറ്റി ഓഫ് ഡി സി ജനറേറ്റർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ. ഡി സി ജനറേറ്ററിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? എയ്തർ ഫീൽഡ് കറണ്ട് റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ആർമേച്ചറിന്റെ റൊട്ടേഷൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിസ്റ്ററിസിസ് ലോസ് ഇൻ എ ഡി സി മെഷീൻ ഡിപ്പെൻഡ് അപ്പോൺ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹിസ്റ്ററിസിസ് ലോസ് എന്തിനൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബി മാക്സ് റേസ് ടു 1.6 എഫ് വി, ഫ്രീക്വൻസി, വോള്യം, മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പൊ എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the direction of power flow changes, a cumulative compound motor becomes. പവർ ഫ്ലോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ ആണെങ്കിൽ അത് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആയിട്ട് മാറും. ഇവിടെ ക്യുമുലേറ്റീവ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യൽ ആവും, ഡിഫറൻഷ്യൽ ആണെങ്കിൽ ക്യുമുലേറ്റീവ് ആവും, മോട്ടർ ആണെങ്കിൽ ജനറേറ്റർ ആവും, ജനറേറ്റർ ആണെങ്കിൽ മോട്ടർ ആവും. ഓക്കെ, അതാണ് പവർ ഫ്ലോ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യണതിന് വരുന്ന ചേഞ്ചസ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടുത്തെ കേസിൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ക്യുമുലേറ്റീവ് എന്നുള്ളത് എന്താവും? ഡിഫറൻഷ്യലി ആവും, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ എന്നുള്ളത് ജനറേറ്റർ ആവും. അപ്പൊ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ഡി സി ജനറേറ്റർ റിമെയിൻസ് the same as the no load terminal voltage. അതായത് നോ ലോഡിലുള്ള ടെർമിനൽ വോൾട്ടേജ് തന്നെയാണ് ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷവും നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിൽ ഏത് തരം ജനറേറ്റർ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിന്റെ കേസിൽ ടെർമിനൽ വോൾട്ടേജ് ലോഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് സ്ലൈറ്റ്ലി ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഇതല്ല ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഷണ്ട് ജനറേറ്ററിന്റെ കേസിൽ ഫീൽഡ് വൈൻഡിങ് നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആർമേച്ചറിന്, അല്ലെ? അപ്പൊ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നു, അപ്പോഴും ഇവിടെ ഡ്രോപ്പ് സംഭവിക്കുന്നു. അതിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യും ടെർമിനൽ വോൾട്ടേജ്. അപ്പൊ അതല്ല ആൻസർ. ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്ററിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ സീരീസ് ഫീൽഡും ഷണ്ട് ഫീൽഡും എങ്ങനെയായിരിക്കും? ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഈ മൂന്നെണ്ണത്തിന്റെ കേസിലും എന്താണ് വരുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യും. ക്യുമുലേറ്റീവിൽ മാത്രമാണ് എയ്ഡ് ഇത് വരുന്നത്. സീരീസിന്റെയും ഫീൽഡിന്റെയും സീരീസ് ആൻഡ് ഫീൽഡ് ഫ്ലക്സുകൾ ഈ എയ്ഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ചാൻസ് ഏതാണ്? ടെർമിനൽ വോൾട്ടേജ് അത് തന്നെയായി നിൽക്കാനുള്ള ചാൻസ് ഏതിനാണ്? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്ററിനാണ്. Next question. Which of the following is not a part of DC machine? ആർമേച്ചർ ഡി സി മെഷീന്റെ പാർട്ടാണ് നമുക്കറിയാം. കമ്മ്യൂട്ടേറ്റർ ഡി സി മെഷീന്റെ പാർട്ടാണ്. ഫീൽഡ് വൈൻഡിങ്ങും ഡി സി മെഷീന്റെ പാർട്ടാണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി, ഡാമ്പർ വൈൻഡിങ് is not a part of DC machine. Next question.
Which rule is used to find the direction of induced EMF in DC generator? DC generatorന്റെ കേസിൽ generator rule ഏതാണ്? Fleming's right hand rule. What is the formula of dynamically induced EMF? Dynamically induced EMF ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഫോർമുല എന്താണ്? BLV sin theta. ഓപ്ഷൻ സി. E is equal to BLV sin theta എന്ന് പറയുന്നതാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ. Next question. What is the name of the generator if the field is connected in parallel with the armature? Armature ആയിട്ട് പാരലലി ആണ് ഫീൽഡ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ജനറേറ്ററിനെ നമ്മൾ എന്താ പറയാ? ഷണ്ട് ജനറേറ്റർ. ഓപ്ഷൻ എ. Last question. What is the property of wave winding in a DC generator എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വേവ് വൈൻഡിങ്ങിന്റെ കേസിൽ നമ്പർ ഓഫ് പാരലൽ പാത്സ് ഇസ് ഈക്വൽ ടു 2 ഇറസ്പെക്റ്റീവ് ഓഫ് നമ്പർ ഓഫ് പോൾസ്. അതേസമയം ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്സ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് വിച്ച് മീൻസ് ദർ വിൽ ബി മോർ പാരലൽ പാത്സ്. അതായത് അതിന് ഹൈ കറണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. വേവ് വൈൻഡിങ്ങിനാണെങ്കിൽ എന്താണ്? ഇത് ലാപ്പ് വൈൻഡിങ് ആണ് കേട്ടോ. വേവ് വൈൻഡിങ്ങിലാണെങ്കിൽ എന്താണ്? ലോ കറണ്ട് ആണ്. ലാപ്പ് വൈൻഡിങ്ങിന് ഇത്രയും പാരലൽ പാത്സ് ഉള്ളത് കൊണ്ട് ഹൈ കറണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ വേവ് വൈൻഡിങ്ങിന്റെ കേസിൽ രണ്ട് പാരലൽ പാത്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലോ കറണ്ട് ആയിരിക്കും. ലോ കറണ്ട് ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജിന്റെ കേസിലും വേവ് വൈൻഡിങ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജിന്റെ കേസിലാണ് യൂസ് ചെയ്യുക. കറണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വരും അല്ലെ? അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഇവിടെ വേവ് വൈൻഡിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ലോ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജ്. ഓപ്ഷൻ സി. ലാപ്പ് വൈൻഡിങ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഹൈ കറണ്ട് ആൻഡ് ലോ വോൾട്ടേജ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇത് ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. വേവ് വൈൻഡിങ് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ലോ കറണ്ട് ഹൈ വോൾട്ടേജ് അപ്ലിക്കേഷൻസിലായിരിക്കും. ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് അപ്ലിക്കേഷൻസിലായിരിക്കും. ഇത് ഓർത്ത് വെക്കാനുള്ള എളുപ്പം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്സ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അത്രയും പാത്സ് കിട്ടുകയല്ലേ നമുക്ക് കറണ്ട് ഫ്ലോക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് ഹൈ കറണ്ടിന് ആയിരിക്കും. കറണ്ട് ഹൈ ആണെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇപ്പോഴത്തെ കേസിൽ എന്ന് പറയുമ്പോൾ 2 പാരലൽ പാത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ലോ കറണ്ടിനായിരിക്കും. ലോ കറണ്ട് ആയതുകൊണ്ട് ഹൈ വോൾട്ടേജ് ആയിരിക്കും എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി DC മെഷീന്റെ കേസിൽ നമ്മൾ ഒരു പാർട്ടും കൂടെ ചെയ്യുന്നുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ തന്നെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മൾ DC മെഷീൻസ് വൈൻഡപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.